ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇയാൾ ഇനി നമ്മുടെ സർവീസിൽ വേണ്ട. എല്ലാ ഏർപ്പാടും തീർത്ത് പറഞ്ഞു വിട്ടേക്ക്. ദേഷ്യപ്പെടല്ലേ മാഡം. ഞാൻ എന്തെങ്കിലും അവിവേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഡം എന്നോട് ക്ഷമിക്കണം. ദയവായി എന്നെ പിരിച്ചുവിടരുത്. തന്റെ സേവൻ ഇനി ഇവിടെ വേണ്ട. താൻ സൂര്യമംഗലത്തുകാരെ വെറും കച്ചവടക്കാരായിട്ട് കണ്ട ആളാ. ദുർബലർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി ജീവിച്ചൊരു മന്ത്രിയുടെ വീടാ ഇത്. അത് താൻ ഓർത്തില്ല. തനിക്ക് പോകാം. അമ്മമ്മേ, ഇദ്ദേഹത്തോട് സംസാരിക്കാൻ എനിക്കൊരു അവസരം തരാമോ? ഒരേ ഒരു അവസരം. പിന്നെന്താ, രാജു സംസാരിച്ചോളൂ. മേനോൻ സാറേ, ഒരാളുടെ വിയർപ്പിന്റെ വില കിട്ടേണ്ടത് അയാൾക്കാണോ അതോ അത് നോക്കി നിൽക്കുന്ന മറ്റുള്ളവർക്കാണോ? അതയാൾക്ക് തന്നെ. മണ്ണിൽ പണിയെടുക്കുന്നവരാ അവിടുന്ന് കിട്ടുന്ന വിളവുകളുടെ യഥാർത്ഥ അവകാശി അല്ലേ? അതെ. ഞാൻ അറിഞ്ഞിടത്തോളം ഈ നാട്ടിലുള്ള മിക്ക ആളുകളും ഈ കോവിലകത്തെ വിശ്വസിച്ച് ഇവിടുത്തെ പണിയെടുത്ത് ജീവിക്കുന്നവരാ. അവരെ ചതിക്കുന്ന ഒരു പ്ലാനും കൊണ്ടല്ലേ സാർ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഈ തറവാട്ടിൽ ഉണ്ടായിരുന്നവരും ഇപ്പൊ ഉള്ളവരും മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവരല്ല. കഷ്ടപ്പെടുന്നവനെയും പാവപ്പെട്ടവനെയും സഹായിക്കാൻ വേണ്ടി ജീവിക്കുന്നവരാ. അതാണ് അവരുടെ ജീവിത ലക്ഷ്യം. അതാ ഇവിടുത്തെ സംസ്കാരം. മനസ്സിലായോ? ഞാൻ എന്റെ തെറ്റ് മനസ്സിലാക്കുന്നു. എന്നോട് ക്ഷമിക്കണം മാഡം. അമ്മമ്മേ, എനിക്ക് വേണ്ടി ഒരു പ്രാവശ്യത്തേക്ക് ഇദ്ദേഹത്തോട് ക്ഷമിക്കണം. ഒരേ ഒരു പ്രാവശ്യത്തേക്ക്. ശരി, രാജു പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിക്കുന്നു. മേനം പൊയ്ക്കോളൂ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. മഹാദേവ വർമ്മ സാറിന്റെ PA ആയിരുന്ന പ്രതാപവർമ്മ സാറ് വലിയ കഴിവുള്ള ആളായിരുന്നു. ആ പ്രതാപവർമ്മ സാറിന്റെ PA അതിലും വലിയ കഴിവുള്ള ആളാണല്ലോ. പുലിയാട്ടോ. ഇപ്പഴല്ലേ ഞാനും അറിയുന്നേ. ഇവന്റെ മുഖത്തെ ആ ഗ്രേസ് കണ്ടപ്പോഴേ ഞാൻ മനസ്സിൽ കുറിച്ചതാ, ഇവന്റെ തലയിൽ ദൈവത്തിന്റെ കയ്യൊപ്പുണ്ടെന്ന്. ഇവൻ എന്റെ കൊച്ചുമോൻ തന്നെ. അല്ല, രാജു സാറ് ഏത് കോലത്തെയാ? എന്താടോ, കോലോത്ത് ജനിച്ചാലേ കഴിവുള്ളവനാവുന്നുള്ള വിശ്വാസമുണ്ടോ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. കുറുപ്പ് എവിടെയാ ജനിച്ചത്? അത് ഞാനൊരു സാധാരണക്കാരന്റെ വീട്ടിലെയാ. എന്നാലേ എന്റെ കൊച്ചുമോനും ഒരു സാധാരണക്കാരന്റെ വീട്ടിലാ ജനിച്ചത്. നിങ്ങളെ കൂട്ടുകാരനാ ഇവന്റെ അച്ഛൻ. ഇവനെ വേണുവിന്റെ മകനാടോ കുറുപ്പേ? നമ്മുടെ ഡ്രൈവർ വേണുവിന്റെ മോനോ? ആ അതേടോ. ഓ എന്റെ ഈശ്വര. മാഡം പണ്ടൊരു ക്ഷിപ്രകോപിയായിരുന്നു. മാറ്റം വന്നതിൽ വളരെ സന്തോഷമുണ്ട് എനിക്ക്. എന്റെ ക്ഷിപ്രകോപം എന്നെ തന്നെ ഒന്ന് വേട്ടയാടിയില്ലേ കുറുപ്പേ? എന്റെ മകളെ ഞാനൊന്ന് കണ്ടിട്ട് 20 വർഷങ്ങളാകുന്നു. 20 വർഷങ്ങൾ.